പറഞ്ഞത്. UDF-ൽ ഒന്നും ചോദിച്ചു വാങ്ങാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാനും ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ അർഹതപ്പെട്ടത് ലീഗിന് കിട്ടും എന്ന് പാണക്കാട് തങ്ങൾ പറഞ്ഞു വെക്കുന്നു. കേൾക്കാം ആ പ്രതികരണം. അത് എക്സിറ്റ് പോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതെ, ആളുകൾ ആ രീതിയിൽ വിധേയതെന്നും ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അങ്ങനെയുള്ള അവകാശവാദം ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ചർച്ച തന്നെ ചെയ്തിട്ടില്ല. നല്ലൊരു മന്ത്രിസഭ രൂപീകരിക്കണം, ആ UDF-ന് നല്ലൊരു ഭരണം കാഴ്ചവെക്കണം, അത്രേ ഉള്ളൂ. പ്രവർത്തകന്മാർക്ക് അതിനൊക്കെ ആഗ്രഹിക്കാമല്ലോ, അതിനിപ്പോൾ അവർ തടയിടാൻ പറ്റില്ലല്ലോ. അർഹതപ്പെട്ടത് ലീഗിന് കിട്ടും, അത്രേ ഉള്ളൂ. ഞങ്ങൾ അവകാശവാദം ഒന്നും ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ വേറെ ആരുടെയെങ്കിലും അജണ്ട അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റേതായിട്ടൊരു അജണ്ടയുണ്ട്. കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി ആ അജണ്ടയാണ് മതേതരത്വത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ, സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ അജണ്ടകളാണ് മുസ്ലിം ലീഗിനുള്ളത്. അതനുസരിച്ചാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലീഗ് പിന്തുണച്ചതാണ് ഇപ്പോഴത്തെ വലിയ ചർച്ചാ വിഷയം. സതീശന് ലഭിക്കുന്ന പിന്തുണയെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് അത് ജനങ്ങളുടെ അഭിപ്രായമാണല്ലോ എന്ന് ഉള്ള മറു ഉത്തരം ഉണ്ടായത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മറുപടി. ജനവികാരം പരിഗണിച്ചും ആയിരിക്കും UDF തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നും എക്സിറ്റ് പോൾ ആത്മവിശ്വാസം നൽകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ തങ്ങൾക്ക് വലിയ ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഉള്ളത് എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് എന്ന് അവർ പറയുമ്പോൾ അതൊരു ഏജൻസി മാത്രമല്ല, അത് കൂടുതൽ ആളുകൾ അങ്ങനെ പ്രവചിക്കുന്നു എന്നതാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. UDF-ന് വിജയകരമായി എല്ലാം ഒരേപോലെ പറയുന്നു എന്നതാണ്, UDF വിജയിക്കുമെന്ന് എല്ലാവരും ഒരേപോലെ പറയുന്നു എന്നതാണ് നേട്ടമായി കാണുന്നത്. അപ്പോൾ എക്സിറ്റ് പോളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ സാദിഖ് അലി തങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മുൻകാല കാലങ്ങളിൽ മുസ്ലിം ലീഗിന് നല്ല പരിഗണന മന്ത്രിസഭയിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ വരാനിരിക്കുന്ന കാലഘട്ടത്തിലും അത് പ്രതീക്ഷിക്കുന്നു എന്ന ശുഭാപ്തി വിശ്വാസം അവിടെയുണ്ട്. പക്ഷേ ഒന്നും ചോദിച്ചു വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ അർഹതപ്പെട്ടത് ലീഗിന് കിട്ടും എന്ന് എടുത്ത് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ലീഗിൻ്റെ ഒരു അടുത്ത ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുകയാണെങ്കിൽ ലീഗിൻ്റെ അടുത്ത ഒരു രീതി എന്തായിരിക്കും, ലീഗ് ഏതു തരത്തിലായിരിക്കും പ്രവർത്തിക്കുക, അങ്ങനെയുള്ള 100,000 ചോദ്യങ്ങളാണ് രാഷ്ട്രീയ കേരളത്തിൽ വരുന്നത്. അപ്പോൾ ഇത്തവണ നിയമസഭയിൽ പാർട്ടി ഏതായാലും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ് ലീഗിൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ അംഗബലം എന്ന് കണക്കാക്കുമ്പോൾ അത് വലിയ തോതിൽ ഈ നിയമസഭയിൽ ഉണ്ടാകും എന്ന് ലീഗ് വിലയിരുത്തുന്നു. അപ്പോൾ 27 സീറ്റുകളിലാണ് ഇത്തവണ ലീഗ് മത്സരിച്ചത്. അതിൽ 22 സീറ്റിലെങ്കിലും തീർച്ചയായും ജയിക്കാനാകും എന്നൊരു കണക്കുകൂട്ടൽ ലീഗിനുണ്ട്. ഒന്നാം നിയമസഭ മുതൽ മുസ്ലിം ലീഗിന് ഈ അസംബ്ലിയിൽ പ്രാതിനിധ്യം ഉണ്ട്. 2011 ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായത്, അന്ന് 20 സീറ്റ് ലഭിച്ചു. ഏതായാലും മഞ്ചേശ്വരം, കാസർഗോഡ്, അഴീക്കോട്, കോഴിക്കോട് സൗത്ത്, കൊടുവള്ളി, തിരുവമ്പാടി, കൊണ്ടോട്ടി, അതുപോലെ ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, താനൂർ, തിരൂർ തുടങ്ങിയ കോട്ടക്കൽ, മണ്ണാർക്കാട്, കളമശ്ശേരി, ഇവിടെയൊക്കെ ലീഗിന് ശക്തിയുണ്ട് എന്ന് പറയുന്നു. അന്ന് ഈ 20 മണ്ഡലങ്ങളിലും ലീഗിന് വിജയിക്കാനും കഴിഞ്ഞിരുന്നു. 2016-ൽ 18 അത് MLA-മാരായി, 2021-ൽ 15ആയി. അപ്പോൾ ഇത്തവണ 2021-നേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്ക് നീങ്ങും ലീഗ് എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നവർ കണക്കാക്കുന്നു. പാർട്ടിയുടെ ശക്തമായ സംഘടനാ സംവിധാനം ഗുണം ചെയ്യും എന്ന് ലീഗ് കരുതുന്നു. അതുപോലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക UDF-ന് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞു എന്നത് നേട്ടമാകുമെന്ന് ലീഗ് കരുതുന്നു. ന്യൂനപക്ഷ, ഭൂരിപക്ഷ, മതേതര വോട്ടുകളുടെ ഒക്കെ ഒരു പിൻബലം ഇത്തവണ UDF-ന് ലഭിക്കും എന്ന് കണക്കുകൂട്ടുന്ന ലീഗ് തങ്ങൾക്കും അതിൻ്റെ നേട്ടമുണ്ടാകും എന്ന് വിലയിരുത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ അനുകൂല ഘടകങ്ങളായി കണ്ടുകൊണ്ട് വലിയ ഒരു നേട്ടം പ്രതീക്ഷിക്കുകയാണ് ലീഗ്. അപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ വോട്ടുകൾ സാധാരണഗതിയിൽ ചിഹ്നുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭയം ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ അത്തരമൊരു ഭയമില്ല. മറ്റ് ഘടകകക്ഷികളെല്ലാം എല്ലായിടത്തും ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലിലാണ് അവരുള്ളത്. അപ്പോൾ ഭരണം ലഭിച്ചാൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അതിപ്പോഴും അങ്ങനെയുള്ള അഭ്യൂഹങ്ങളെല്ലാം അവർ തള്ളിക്കളയുകയാണ്. അപ്പോൾ
ഈ സാമുദായിക സന്തുലിതാവസ്ഥയെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർത്താൻ ലീഗില്ല എന്നവർ വ്യക്തമാക്കുകയാണ്. ഏതായാലും അഴീക്കോടും പേരാമ്പ്രയും ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ ലീഗിന് ഇത്തവണ വിജയപ്രതീക്ഷയുണ്ട് എന്നതാണ് അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. മലപ്പുറത്ത് മത്സരിച്ച സീറ്റുകളിൽ എല്ലാം നേടാൻ കഴിയും എന്ന് തറപ്പിച്ച് പറയുന്നു. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ടതാണ് ഈ അഴീക്കോട് മണ്ഡലം. ഇത്തവണ അത് തിരിച്ചുപിടിക്കും എന്ന് നേതൃത്വം പറയുകയാണ്. നേതൃത്വം അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലിലാണ്. UDF സ്ഥാനാർത്ഥിയായി അവിടെ അഴീക്കോടിൽ കരീം ചേലേരിയാണ് ഇത്തവണ ജനവിധി തേടിയത്. അപ്പോൾ സിറ്റിംഗ് MLA KV സുമേഷിനെതിരെ കരീം ചേലേരിക്ക് നിർണായക വിജയം നേടാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ലീഗിനുണ്ട്. പക്ഷേ ആ മണ്ഡലത്തിലെ വലിയ ജനസമ്മതനാണ് സുമേഷ് എന്ന കാര്യം അവിടെയുള്ള എല്ലാവർക്കും അറിയാം. ആ ഒരു ജനബന്ധം അദ്ദേഹത്തിന് ഒരു കരുത്താണ്. പക്ഷേ അതിനെ അതിജീവിക്കാൻ ഈ ലീഗ് സ്ഥാനാർത്ഥി കരീം ചേലേരിക്ക് കഴിയുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ UDFന് നേട്ടമുണ്ടായിരുന്നത് ഏതാണ്ട് 21,857 വോട്ടിൻ്റെ ഒരു ലീഡാണ് ആ മണ്ഡലത്തിൽ നിന്ന് ഉണ്ടായത്. UDFന് ആ ഭൂരിപക്ഷം ഇപ്പോൾ ലീഗിന് ഒരു ആത്മധൈര്യം നൽകുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ നേട്ടമുണ്ടായി. ഇതൊക്കെയാണ് ലീഗിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അഴീക്കോട് വിജയപ്രതീക്ഷയുണ്ടെങ്കിലും കൂത്തുപറമ്പിൽ പക്ഷേ ലീഗിന് അത്ര ആത്മവിശ്വാസമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കാസർഗോഡും മഞ്ചേശ്വരം സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്ന് കണക്കുകൂട്ടുന്നു. പേരാമ്പ്രയിലും കുന്നമംഗലത്തും കടുത്ത മത്സരമായിരിക്കുമെങ്കിലും പേരാമ്പ്രയിലൊക്കെ യുവജനങ്ങളുടെ വോട്ട് മറിഞ്ഞു കിട്ടും എന്നൊക്കെയുള്ളൊരു കണക്കുകൂട്ടൽ ലീഗിനുണ്ട്. അങ്ങനെ വന്നാൽ ഫാത്തിമ തെഹ്ലിയയ്ക്ക് അവിടെ സാധ്യതയുണ്ട് എന്ന് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നു. കോഴിക്കോട് ലീഗിൻ്റെ 4 സീറ്റുകളും അവർ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. കോഴിക്കോട് സൗത്തിലായാലും തിരുവമ്പാടിയിലായാലും താനൂരിലായാലും കുറ്റ്യാടിയിലായാലും കളമശ്ശേരിയിലായാലും അതൊക്കെ ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന് ലീഗ് നേതൃത്വം കണക്കുകൂട്ടുന്നു. അപ്പോൾ ഇതൊക്കെ വന്നാൽ ലീഗിന് ഈ മുന്നണിയിൽ എത്ര കരുത്തു വരും എന്നതാണ് ഒരു പ്രധാന ചോദ്യം. 140 സീറ്റുകളിൽ 92 കോൺഗ്രസ് ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സരിച്ചത്. മറ്റിടത്ത് 3 സ്വതന്ത്രയും കോൺഗ്രസ് പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് 27 സീറ്റുകളിലാണ് ഇത്തവണ ജനവിധി തേടിയത്. അവിടെയാണ് 22 സീറ്റുകളിലെങ്കിലും ജയിക്കാൻ തീർച്ചയായും കഴിയും എന്ന ഒരു പ്രതീക്ഷ ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് 1/3 സീറ്റുകൾ മാത്രമേ ലീഗിനുള്ളൂ. കോൺഗ്രസിനോട് താരതമ്യം ചെയ്യുമ്പോൾ അപ്പോൾ ആ ലീഗിന് എത്ര വലിയ കരുത്താകാൻ കഴിയും എന്ന ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ടെങ്കിലും ലീഗ് ഭരണം നിശ്ചയിക്കും എന്നൊക്കെ തരത്തിലുള്ള ചർച്ചകൾ മുറുകുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 8 സീറ്റിലാണ് മത്സരിക്കാൻ കഴിഞ്ഞത്. RSPക്ക് 4, പിന്നെ ഈ TMCയും അതുപോലെ അൻവറിൻ്റെ TMCക്കും ഒക്കെ ഒരു സീറ്റ്, CMPക്ക് ഒരു സീറ്റ്, അങ്ങനെയാണ് UDFൻ്റെ വിഭജനം ഉണ്ടായത്. അപ്പോൾ UDF അധികാരത്തിലെത്തിയാൽ ലീഗ് ഭരിക്കുമെന്ന ആക്ഷേപം ഇന്ന് ഉന്നയിച്ചിട്ടുള്ളത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. സതീഷിന് എന്തും പറയാനുള്ള ധൈര്യത്തിനു പിന്നിൽ ലീഗാണ് എന്നും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.